അന്ന് ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. ദേ, അതിന് നീ എന്റെ കർണത്ത് കൈവെക്കുകയും ചെയ്തു. അതോടെ അതങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പൊ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം താൻ ഒന്നും ചെയ്തില്ലേ? എടോ, എന്റെ കല്യാണത്തിന് ശേഷം എന്റെ മുറിയിലേക്ക് ഒരുത്തനെ പറഞ്ഞു വിട്ടത് താനല്ലേ? എടോ, എന്തൊക്കെയാ താനീ പറയുന്നത്? പറയുന്നത് എന്താണെന്ന് തനിക്കറിയാം. അന്നൊരുത്തൻ ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് വന്നപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് തന്റെ മുഖ. അങ്ങനൊരു വൃത്തിയായിട്ട് പ്രവൃത്തി താനല്ലാതെ വേറെ ആരും ചെയ്യില്ല. അതെ, ഞാൻ തന്നെയാ. ആ സ്വഭാവം പുറത്തെടുപ്പിക്കാൻ വെറുതെ നോക്കരുത്. മാർക്കറ്റിനുള്ളിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കാ ഞാൻ. ഇനി എന്നെ ഇട്ട് വെറുതെ ഓടിക്കരുത്. അങ്ങനെ ചെയ്താ തന്നെ കോടതി കയറ്റാൻ ഇന്ന് എനിക്ക് കെൽപ്പുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പിന്നിൽ ആളുമുണ്ട്. വയ്യാത്തോരത്തിനെ കണ്ടിട്ടായിരിക്കും ഇവളുടെ ഈ തള്ളു. എന്താ താൻ ആലോചിക്കുന്നേ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കടോ.